ഇന്നാണെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ച് കൃഷികളാണ്. ചീരയൊക്കെ പാകമായിട്ടുണ്ട് പറിക്കാനായിട്ട്. ഒരു തോരനുള്ളത് ഇപ്പം പറിക്കാം, ബാക്കിയൊക്കെ കിളിച്ച് നല്ലതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബർ തയ്യോ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം കാണിച്ചായിരുന്നല്ലോ, അതൊക്കെ ഈ പരുവമായിട്ടുണ്ട്. വള്ളി വീശി ഇന്ന് ഭയങ്കര ഇതിനെല്ലാം വള്ളി കെട്ടി കൊടുത്ത് പന്തലിലേക്ക് കയറ്റുന്ന ജോലിയായിരുന്നു ഇന്ന്. അത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇടാം, ഞാനെങ്ങനെ ഇതിനൊക്കെ പന്തലിടുന്നതെന്നുള്ളത്. വലിയ ചിലവൊന്നുമില്ല, നമുക്ക് കയറും കമ്പും ഒക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണെങ്കിൽ ഡിസംബറിൽ കൊണ്ടുവച്ച ഒരു ബ്രോക്കോളിയാണ്. ഡിസംബറിൽ ജനുവരി ഒക്കെ ആയപ്പോൾ കൊണ്ടുവച്ചത്, പക്ഷേ അതിനകത്താണ് ഇതുവരെ ബ്രോക്കോളി ഉണ്ടായില്ല. അതവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ പടവലം ഉണ്ട്. പടവലം ഇത് പുതിയ തൈയാണ്, നല്ലതായിട്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഗ്രോ ബാഗിനകത്ത് ഈ 2 പടവലം തൈ വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പന്തലിലോട്ട് കയറി. ഞാൻ എൻ്റെ രീതിയിലൊക്കെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലോട്ട് കയറി. ഇതാണൊരു ചുവടിന് വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. കരിയിലൊക്കെ വെച്ചിട്ട് മൂടി വെച്ചേക്കും, അപ്പം നമുക്ക് വെയിലൊന്നും അടിക്കത്തില്ലല്ലോ. ഇത് തന്നെ കിളിച്ച് വന്ന ഒരു വെള്ളരിയാണ്, കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടവലത്തേലൊരു പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്, ബാക്കിയൊക്കെ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. പൂത്തും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ച് നമ്മുടെ കൃഷി കാഴ്ചകളൊക്കെ. ഇതൊക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. ഇന്ന് രാവിലെ വൈകിട്ട് എനിക്കിതാ ജോലി. ചായ കുടിക്കുക, കാപ്പിക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങും. ഇതിൻ്റെയൊക്കെ അടുത്ത് ചെന്നിട്ട് ചുമ്മാതാണേലും ഇതിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ കിളിച്ച് വന്നൊരു പുള്ളിപ്പയറാണ്, നിറച്ചുണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളികളൊക്കെ പൂത്ത്. അങ്ങനെ ഞാൻ വട്ടയുടെ നീളമുള്ള കമ്പ് വെട്ടിയിട്ട് അതിനകത്ത് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം തറയെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. വെണ്ടയൊക്കെ ഈ പരുവമായി. റെഡ് വെണ്ടയാണ്. പിന്നെ ആനക്കൊമ്പൻ വെണ്ടയും ഉണ്ട് ഇതിനിടയ്ക്ക്. അങ്ങനെ നമുക്ക് 3-4 തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂവിട്ട് വരുന്നുണ്ട്. ഇതൊരു ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ജോലി. പിന്നെ നമുക്ക് കുളത്തിൽ നിന്ന് വെള്ളം കോരി അങ്ങോട്ട് ഒഴിക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് വലിയ പാടൊന്നുമില്ല. ഇതാണെങ്കിൽ നമ്മുടെ ഇതില്ലേ മത്തങ്ങ അല്ലല്ലോ, തടിയങ്കായില്ലേ, കുമ്പളങ്ങ, അതാണ്. ഇതെല്ലാം എൻ്റെ ചുമന്ന പയറാണ്, ചുമന്ന നീളമുള്ള പയർ. ഞാനിത് പാകി കിളിപ്പിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കിളിച്ച് വരുമ്പോൾ ആ വള്ളി വീശുന്ന അങ്ങ് മുറിച്ച് വിട്ടാൽ നല്ല കരുത്തോടു കൂടി കിളിച്ച് വരും. ഞാനെല്ലാം വള്ളി വീശി വന്നപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയൊക്കെ നുള്ളി കളഞ്ഞിട്ടുണ്ട്. ആ കണ്ടത് ലോക്കിയാണ്. പിന്നെ ഇതും കുറച്ച് കുമ്പളം, പയർ, ഇതൊക്കെയുണ്ട്. പിന്നെ കുറച്ച് നീല ഉണ്ട വഴുതനങ്ങ, അതെല്ലാം ഇത്രയുമായിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വേറൊരു ഇതിലോട്ട് നമ്മൾ കയറ്റി വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് മുളകൊക്കെ ഉണ്ട്. ഇതെല്ലാം മുരടിച്ച് പോയതായിരുന്നു. പിന്നെ ഞാനൊരു മരുന്നടിച്ച് ഇതിപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. ഇതിനകത്ത് 2-3 ഉണ്ടമുളക് ഉണ്ടായിട്ടുണ്ട്. വെള്ള കളറ് പോലെ അത് നിൽക്കുന്നത്. പിന്നെ സൂര്യമുഖി എന്ന് പറയുന്ന മുളകും, ഈ മുളകെല്ലാം എൻ്റെ മുരടിച്ച് പോയതായിരുന്നു. പിന്നെ നമ്മൾ മരുന്നൊക്കെ അടിച്ചെല്ലാം ഓക്കെ ആയി വരുക, എല്ലാം എത്ത് പൊട്ടിയൊക്കെ കിളിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു നാരകമാണ്, 2 മൂട് നാരകമുണ്ട്. ഈ വർഷം പൂക്കുമായിരിക്കും, 1.5 വർഷമൊക്കെ ആയതായത്. ഇതുവരെ പൂത്തിട്ടില്ല, എല്ലാം മുരടിച്ചതായിരുന്നു. ഞാനൊരു മരുന്നടിച്ച് അങ്ങനെ എല്ലാം ഓക്കെ ആയി. ഈ വർഷം ഇപ്പോൾ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൂക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ.